ഹലോ വെൽക്കം ബാക്ക് ടു ലിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാമിൻ്റെ ഐബ്രോ മൈക്രോ ബ്ലേഡിങ് ചെയ്തതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ശരിക്കും എൻ്റെ ഐബ്രോ ഞാൻ സെറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ ഒന്നും സെറ്റ് ചെയ്യാതെ വന്നേക്കുവാണ് നിങ്ങളുടെ മുമ്പിൽ. അത് സെറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി തന്നെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ സന്തോഷമായില്ല, കാരണം എപ്പോഴും നമുക്കെപ്പോഴും നമ്മളൊരു ഫേസ് കാണുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോയാണ്. അത് ഇപ്പോഴും മിക്ക ആൾക്കാർക്ക് അത് അറിയുന്നില്ല. കാരണം ഐബ്രോയ്ക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ വളരെ കുറവാണ്. നമ്മൾ ഐബ്രോ സെറ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. രാവിലെ നമ്മൾ എന്താ പറയുക, നമ്മൾ ക്രീമും കാര്യങ്ങളൊക്കെ ഇടും, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യും. എല്ലാം പെട്ടെന്ന് മേക്കപ്പ് മീൻസ് ഫെയർനെസ് ക്രീമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഓടുന്നവരുണ്ട്. ഐബ്രോ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് കൊടുക്കാറില്ല. കാജൽ ചെയ്തും അത് ലൈനറൊക്കെ ഇടാൻ ട്രൈ ചെയ്താൽ പോലും ഐബ്രോ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാറില്ല. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമുക്ക് എന്താണോ ഭംഗി, അതുപോലെ നമ്മുടെ ഫേസിൽ ഏറ്റവും നമ്മൾ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോയാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നമ്മുടെ ഫേസ് ഒന്ന് ഭയങ്കരമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ എപ്പോഴും നമ്മൾ ത്രെഡ് ചെയ്യുക പ്രോപ്പറായിട്ട്. ആ ഒരു എക്സസ് ആയിട്ടുള്ള ഹെയറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്കൊരു സന്തോഷമായിരിക്കും. നമ്മളതൊക്കെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണല്ലോ ഐബ്രോ ത്രെഡ് ചെയ്യുക എന്നൊക്കെ പറയണത്. എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മളെ ഭയങ്കര ഭംഗിയിൽ കാണണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് അതിനൊന്നും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കണം. നമ്മളെപ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു സന്തോഷം വരണമെങ്കിൽ നമ്മൾ ആദ്യം ഓക്കെ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ സൗന്ദര്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നമ്മളുടെ സന്തോഷങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഐബ്രോ നമ്മളുടെ ഒരു ഭംഗിയുടെ പാർട്ടല്ലാന്ന് ചിന്തിക്കരുത്. ഐബ്രോ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സൂപ്പർബായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് മൈക്രോ ബ്ലേഡിങ് തന്നെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. കാരണം എല്ലാവർക്കും അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം ഒന്നും ചെയ്യാൻ പറ്റില്ല. 10,000 20,000 ഒക്കെ കൊടുത്ത് ചെയ്യുന്നതൊക്കെ സെലിബ്രിറ്റീസൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അതുപോലെ സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐബ്രോ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാട്ടോ. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ധൈര്യമായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് 2 പ്രൊഡക്റ്റും കൂടി പരിചയപ്പെടുത്തരാം കേട്ടോ. ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പ് പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരുവാണ്. ഇത് ഒന്ന് റീകോഡിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് നല്ല റിസൾട്ടാട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റീകോഡിൻ്റെ. ഇത്രയായി ഏകദേശം യൂസ് ചെയ്ത് ഇത്രയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ജെൽ ക്രീം, അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ പേസിൻ്റെയാണ് കേട്ടോ. ഇത് നല്ല ഒരു ഇൻ്റർനാഷണൽ പുറത്തുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ നൈക്കിലെല്ലാം അവൈലബിൾ ആണ്. പേസാണ്. ഇതിനൊരു 1000 സംതിങ് റേറ്റ് വരും. ഇതിന് ഒരു 850 650 850 ആ ഒരു റേഞ്ച് ആയിരിക്കും വരിക. റിസൾട്ട് നിങ്ങൾക്ക് ഇത് മതിയെങ്കിൽ ഇത് തന്നെ മേടിക്കാം. നമുക്ക് അയ്യോ മാം ഇതും കൂടി കാണിച്ചു എന്ന് ചിന്തിക്കേണ്ട. പക്ഷേ ഇത് നല്ലതാണ്. എനിക്ക് ഈ കമ്പനിയിൽ ആകെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ഐബ്രോയുടെ പ്രൊഡക്റ്റ്. എനിക്കതുപോലെ റീകോഡിൽ ഇഷ്ടമുള്ളത് ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ നല്ലതാണ്. റീകോഡിൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐബ്രോ ക്രീം അല്ലെങ്കിൽ ജെൽ ക്രീം ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ കുറേ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് 100% നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ എങ്ങനെ ഐബ്രോ സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം കുറച്ച് പേര് പറയും ഒന്ന് പെട്ടെന്ന് ചെയ്തൂടെ എന്നുള്ള അടുത്ത ഡയലോഗ് വരും. അപ്പോൾ ഞാൻ റീകോഡിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പേസിൻ്റെ ചെയ്ത് കാണിച്ചുതരാം. പേസിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാനിന്നൊരു സൺഡേ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെയ്യാനൊക്കെ ഒരു ഇഷ്ടമാണ്, നമ്മൾ ചെയ്ത് കാണിച്ചു തരാനും ഒക്കെ ഇഷ്ടമാണ്. സോ നമുക്കതിനായിട്ട് നമ്മളിവിടെ പേസിൻ്റെ ജെൽ ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ക്രീം ടെക്സ്ചറാണ്. അപ്പോൾ നമുക്ക് ക്രീം എപ്പോഴും മനസ്സിലാക്കാം. നമ്മൾ പൗഡർ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് ഐബ്രോ പൗഡർ നമ്മൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമ്മളുടെ സ്കിൻ ഭയങ്കരമായിട്ട് നോർമൽ സ്കിന്നാണ്, ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് കൂടുതൽ ഇതിനായിരിക്കും. അപ്പോൾ ഒത്തിരി ഓയിലി ആണെങ്കിൽ മാത്രം പൗഡർ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ക്രീം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. ആരും
മറക്കല്ലേ. അപ്പോൾ വരുന്ന സാറ്റർഡേ ആണ് 24th ജാനുവരി സാറ്റർഡേക്ക് സെൽഫ് മേക്കപ്പിൽ, കാരണം എപ്പോഴും എന്നോട് പറയാറുണ്ട് മാം സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് വെക്കണം ഇതിനു മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഗ്ലാസ് ലുക്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ അറ്റൻഡ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ന്യൂഡ് മേക്കപ്പാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ മേക്കപ്പ് ചെയ്യുന്നത് അറിയാനും പാടില്ല. അത്രയും സൂപ്പറായിട്ടുള്ളൊരു ഗ്ലോയോട് കൂടിയിട്ടുള്ള നല്ല ഒരു ഗ്ലോസി ടെക്സ്ചറിൽ നമുക്കൊരു ന്യൂഡ് മേക്കപ്പ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് പ്രൊഡക്റ്റ് എല്ലാം 1000 റുപ്പീസിൻ്റെ താഴെ വരത്തുള്ളൂ. നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും ഭയങ്കര പ്രീമിയം പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റ് വെച്ചൊന്നും നമ്മൾ ചെയ്ത് കാണിക്കില്ല. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ന്യൂഡ് മേക്കപ്പിൻ്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നോട്ട്സും അതിൻ്റെ ലൈവ് ക്ലാസ്സാണ് വരുന്നത്. 3 to 5 സാറ്റർഡേ ലൈവ് ആയിരിക്കും. പക്ഷേ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ നമ്മളുടെ വീഡിയോ റെക്കോർഡ് ഉണ്ടാവും. ലൈവ് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പ്ലസ് നമുക്ക് നോട്ട്സ് ഉണ്ട്, കംപ്ലീറ്റ് പ്രൊഡക്ട്സ് നോളേജ് ഉണ്ട്, ഡൗട്ട്സ് ക്ലിയർ സെഷൻ ഉണ്ട്, എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. വെറും 399 രൂപ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ഫീസ് വെച്ചാൽ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. നിങ്ങളത് കറക്റ്റായിട്ടത് ചെയ്യാനുള്ളൊരിത് കിട്ടുള്ളൂ. നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ഫീസിലാണ് വെച്ചേക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നല്ലൊരു ക്ലാസ് ആയിരിക്കും. എന്തായാലും അറ്റൻഡ് ചെയ്യുക കേട്ടോ. നമുക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഐബ്രോ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. എനിക്കിത് പറഞ്ഞു തരുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഐബ്രോ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നും വീട്ടിൽ വന്നാൽ പോലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ലൈറ്റായിട്ട് ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ എനിക്ക് ഐബ്രോയും ചെയ്തേ പറ്റൂ. ഐബ്രോ ചെയ്യാതെ എനിക്കിരിക്കാൻ ഇഷ്ടമല്ല. ഐബ്രോ എപ്പോഴും സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്നും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് വിചാരിച്ചു. ഐബ്രോ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഇന്നർ കോർണറിൽ കറക്റ്റായിട്ട് ഈ പോയിൻ്റ് എടുക്കട്ടെ. ആദ്യം നമ്മളുടെ എക്സസൊക്കെ ഹെയർ എപ്പോഴും റിമൂവ് ചെയ്തിരിക്കുക. അതായത് ത്രെഡ് ചെയ്ത് ആ ഷേപ്പ് എപ്പോഴും പ്രോപ്പറായിട്ട് വയ്ക്കുക, എന്ത് ഷേപ്പാണെങ്കിലും ശരി. ദെൻ ഇന്നർ കോർണറിൽ നിന്ന് നമ്മൾ എടുക്കുക. ഇതായിരിക്കണം നമ്മളുടെ പോയിൻ്റ് കേട്ടോ. ഇവിടെ നിന്നായിരിക്കണം നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്. ഒരിക്കലും ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയായിരിക്കണം. മൈക്രോ ബ്ലേഡിങ് ഒന്നും തന്നെ ചെയ്യാതെ നമുക്ക് മൈക്രോ ബ്ലേഡിങ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇന്നർ കോർണർ ഇതാണ് നമ്മളുടെ പോയിൻ്റ്. കൊണ്ടുവന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. ദെൻ താഴേക്ക് കൊണ്ടുവരാം. നമ്മുടെ ലിഫ്റ്റിംഗ് പോയിൻ്റാണ് ഇവിടെ വരുന്നത്. സോ അവിടുന്ന് താഴേക്ക് എടുക്കുക. അതുപോലെ നമ്മൾ താഴത്തെ ആദ്യം ഔട്ടർ ലൈനാണ് കൊടുക്കണം കേട്ടോ. ഔട്ട് ലൈൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതുപോലെ ഇതേ ഏരിയയിൽ നിന്ന് നമ്മൾ എടുക്കുന്നു, ഇവിടെ ഉള്ളിലേക്ക് എടുക്കുക, ദെൻ താഴേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചിലവർക്ക് ഐബ്രോ കട്ടായൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫില്ല് ചെയ്യുമ്പോൾ അത് അറിയത്തില്ല. ജസ്റ്റ് നമ്മളിതുപോലെ ഒന്ന് ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ മാക്സിമം ഞാനത് സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ വളരെ നാച്ചുറലായിരിക്കണം. അതിനായിട്ട് നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ, ഐബ്രോ ബ്രഷ് എപ്പോഴും വേണം കേട്ടോ. അതിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും. ഇതുപോലെ ആയിരിക്കും കേട്ടോ ഐബ്രോ ബ്രഷ്. സോ ഇതിൻ്റെ ആംഗിൾ ബ്രഷാണ്. സോ നമ്മൾ ഈ ഒരു രീതിയിൽ മേളിലേക്കൊന്ന് ഈ ഫ്രണ്ട് പോർഷൻ മേളിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കോമ്പ് ചെയ്യില്ല, അതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വളരെ ലൈറ്റായിട്ട്. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ ഉള്ളിൽ ഒന്നും കൂടി ഫില്ല് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ബ്രഷ് വെച്ച് ജസ്റ്റ്, കാരണം ഇത് കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് ഒന്നുകൂടെ നന്നായിട്ട് സെറ്റായി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നാച്ചുറലായിട്ടുള്ളതും ഇത് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ ഒരുപാട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിത് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ബട്ട് ഓക്കെ, ഞാനത് മിററിലല്ല, ചെറിയൊരു ഇതും കൂടി ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി വൈഡായിട്ട് വേണമെങ്കിൽ അത് അങ്ങനെ കിടന്നോട്ടെ എന്നൊക്കെ. അപ്പോൾ നമുക്കിനി ഇതും കൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പോയിൻ്റ് ഇതായിരിക്കണം. ഇവിടെ നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം, താഴേക്ക് കൊണ്ടുവരാം. ഇതുപോലെ കൊണ്ടുവരാം. അതുപോലെ താഴെ നിന്ന് ഇതുപോലെ ഫില്ല് ചെയ്യാം.
ഔട്ട്ലൈൻ കൊടുക്കാം. നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്താൽ തന്നെ നമ്മളുടെ ഫേസ് ഭയങ്കര, നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നമ്മളുടെ ഫേസ് മാറുമെന്ന് പറഞ്ഞ പോലെയാണ്. ഐബ്രോ ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസ് സൂപ്പർബായിട്ടൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. ഐബ്രോ എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും ക്ലാസ് വേണമെന്നുള്ളവർ അറ്റൻഡ് ചെയ്തോളൂ, മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്, അതായത് ആ ഒരു ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഷാർപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിഫ്റ്റിംഗ് പോയിൻറ്റ് നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ കയറ്റിയെടുക്കാം. അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാം. ഓക്കെ, ജസ്റ്റ് മേളിലേക്ക് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് വിടാം. ഒന്ന് നോക്കൂ, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഐബ്രോ മാത്രമേ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്കുണ്ടായ വ്യത്യാസം. അപ്പം എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കത് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്ത് എല്ലാവരും തന്നെ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലൊന്ന് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ഈ സൗന്ദര്യത്തിനോടുള്ള നമ്മളുടെ ഇഷ്ടമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ നോക്കിയേ, എങ്ങനെയുണ്ട് ഐബ്രോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാട്ടോ. ഇവിടെ 2 പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു. ഇന്ന് പേസിൻ്റെ പ്രൊഡക്റ്റും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് പേസിൻ്റെയാണ് കേട്ടോ. PAESE കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല മക്കളെ. ഇനി അത് പ്രൊമോഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയരുത്. പിന്നെ കുറേ പേര് ചില സമയത്ത് ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്യും, എന്താണ് നിങ്ങൾ പ്രൊമോഷൻ ചെയ്തിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന്. സോ ഇതില്ല, ഞാനിത് കുറേ നാളുകൾ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഭയങ്കര ഇപ്പോൾ മൈക്രോ ബ്ലേഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് സൂപ്പർബായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പഠിക്കുക. ആദ്യം നമുക്ക് കൈ പ്രാക്ടീസ് ആവണം. നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഇത് വന്നാലും നിങ്ങൾ 3ാമത് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം നമ്മളുടെ സന്തോഷമാണ് നമുക്ക് വലുത്. നമ്മളെ കാണുമ്പോൾ നമ്മൾ ഓക്കെ ആണ്, നമുക്കൊരു ഫീൽ വരണം അല്ലേ, ആ ഒരു കോൺഫിഡൻസ് കിട്ടണം. സോ അതിന് വേണ്ടി നമ്മളെപ്പോഴും നമ്മളെ ബ്യൂട്ടിഫുള്ളായിട്ട് വെക്കുക. നമ്മളുടെ ഓരോ ഫീച്ചേഴ്സും നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുക. അപ്പം ഐബ്രോ ഇനി എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, എല്ലാവരും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കണം ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.